നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോൾ വന്നതോടെ വിജയം ഉറപ്പെന്ന ആത്മവിശ്വാസത്തിൽ UDF. പക്ഷേ ആ വിജയം ആരുടെ തലയിൽ കിരീടമാകും എന്നതിലാണ് യഥാർത്ഥ യുദ്ധം. ഒരു വശത്ത് നിലത്ത് പോരാടി വളർന്ന നേതാക്കൾ VD സതീശൻ, രമേശ് ചെന്നിത്തല. മറുവശത്ത് ഡൽഹിയുടെ കരുത്തിൽ പറന്നിറങ്ങാൻ ഒരുങ്ങുന്ന KC വേണുഗോപാൽ. കേരള രാഷ്ട്രീയത്തിൽ വേരൂന്നിയവർക്കാണോ മുഖ്യമന്ത്രി കസേര, അതോ ദേശീയ രാഷ്ട്രീയത്തിന്റെ ശക്തി ഉപയോഗിച്ച് എൻട്രി നടത്തുന്നവർക്കോ? ജനവിധിയെ കാത്തിരിക്കാതെ PR യുദ്ധം തുടങ്ങിയത് ആത്മവിശ്വാസമല്ല, അതിരുവിട്ട ആഗ്രഹം. UDFന്റെ വിജയം സത്യമായാൽ നേതാവ് ആരാകും? സതീശൻ, ചെന്നിത്തല സ്വാഭാവിക ചോയ്സുകൾ. തലയ്ക്ക് മീതെ പറന്നിറങ്ങാൻ അക്കരപ്പച്ച രാഷ്ട്രീയവുമായി KC വേണുഗോപാൽ. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക്, തിരികെ കേരളത്തിൽ, പിന്നെ ഡൽഹിയിൽ നിന്ന് ഇനി കേരള മിഷൻ. KCയുടെ ഈ സ്വപ്നം കേരള ജനതയെ പരിഹസിക്കുന്നതാണ്. ഒരു രാജ്യസഭാ സീറ്റ് BJPയുടെ കൈക്കുമ്പിളിൽ വെച്ചുകൊടുത്ത KC ഇതെന്തിനുള്ള പുറപ്പാടാണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളും UDFന് കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്ന ഈ ഘട്ടത്തിൽ അമിതമായ ആത്മവിശ്വാസത്തിൽ ഉപരിയായി ആരാകണം മുഖ്യമന്ത്രി എന്നതിൽ തർക്കം തുടരുകയാണ്. മുസ്ലിം ലീഗിന്റെ പിന്തുണ VD സതീശനാണ്. അതേസമയമാണ് KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് കരുക്കൾ നീക്കുന്നത്. താരിഖ് അൻവറിന്റെ പ്രതികരണത്തിലും KCക്കുള്ള പിന്തുണയുണ്ട്. ഹൈക്കമാൻഡിന്റെ പിന്തുണയിൽ KC വേണുഗോപാൽ പറന്നിറങ്ങുവാനുള്ള ആഗ്രഹത്തിലാണോ? അത് വെട്ടുവാൻ രമേശ് ചെന്നിത്തലയും VD സതീശനും. പ്രൈം ഡിബേറ്റിൽ ശ്രീ മോഹൻ വർഗീസ്, ഡോക്ടർ G ഗോപകുമാർ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ ആനന്ദ് കൊച്ചുകുടി എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ ഡോക്ടർ G ഗോപകുമാർ, എന്തായാലും എക്സിറ്റ് പോളുകൾ ശരിവെക്കുന്ന രീതിയിലായിരിക്കുമല്ലോ ഫലം വരിക. താങ്കളുടെ വിലയിരുത്തൽ അങ്ങനെ തന്നെയാണല്ലോ, അല്ലേ? തീർച്ചയായിട്ടും എക്സിറ്റ് പോളുകൾ പറഞ്ഞതിനടുത്ത് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ട് വരാൻ പോകുന്നതെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. കാരണം കടുത്ത ത്രികോണ മത്സരം നടന്ന പല മണ്ഡലങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി ചെയ്യുന്ന വോട്ട് ട്രാൻസ്ഫർ ഇത്തവണ നടന്നില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്യാൻ അവർക്ക് റിസ്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അതേസമയം BJPയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അപ്രതീക്ഷിതമായി LDFന് കുറേ സീറ്റുകൾ കിട്ടും, അതുപോലെ UDFനും കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു തരംഗം UDFന് അനുകൂലമായിട്ട് വന്നത് കുറച്ച് ന്യൂട്രലായി പോയി. എന്നാലും മേൽക്കൈ UDFനാണെന്നുള്ള അത് വളരെ വ്യക്തമാണ്. UDFനാണ് മുൻതൂക്കം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ എക്സിറ്റ് പോളുകൾ പറഞ്ഞിരിക്കുന്ന ആ കണക്കിനോടടുത്ത് 75-80 നിൽക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. വലിയൊരു തരംഗമില്ല, അനുകൂല തരംഗം UDFനാണ്. പക്ഷെ അതൊരു വലിയ തരംഗമായി മാറ്റാത്തതിൻ്റെ കാരണങ്ങളാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കം കൂടുന്നു എന്ന കാര്യത്തിലും PR വർക്കുകൾ നടക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ലല്ലോ, ഇല്ലേ? അത് ആത്മവിശ്വാസം കനക്കുകയാണ് UDFൽ. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു കാര്യങ്ങൾ എന്നതല്ലേ? ആവശ്യമുള്ളതാണോ ഇങ്ങനെയൊരു തർക്കം? അത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥിരം സ്വഭാവത്തിലേക്ക് ഇത് വരുന്നു എന്നുള്ളതാണ് ദുഃഖസത്യം. ഈ കഴിഞ്ഞ 26 വർഷം, 2001 തൊട്ട് 25 വർഷമെങ്കിലും നോക്കിയാൽ അതിൽ 15 വർഷവും കേരളം ഭരിച്ചത് ഇടതുപക്ഷമാണ്. UDFന് കിട്ടിയത് 2001-6 വരെയും പിന്നീട് 2011-16 അതിൽ 2011-16 കേവലം 2 സീറ്റിൻ്റെ ഭൂരിപക്ഷമാണ്. അപ്പോൾ പഴയ രീതിയിലുള്ള ശക്തി UDFന് ഇല്ല എന്നും പഴയ വലിയ ഘടകകക്ഷികളൊക്കെ പലതും LDFലേക്ക് ചേക്കേറിയെന്നുമൊക്കെ മനസ്സിലാക്കുമ്പോൾ UDFന് വളരെ വ്യക്തമായി ശ്രദ്ധിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതല്ലാതെ പഴയതുപോലെ വലിയ ഗ്രൂപ്പുകൾ വഴക്കും അതിൻ്റെ കണക്കും മറ്റും കാണിച്ച് നയപരമായ അസ്ഥിരതയ്ക്കോ പോളിസി കോൺഫ്ലിക്റ്റിനോ കൊണ്ടെത്തിക്കാതെ മറ്റ് രാഷ്ട്രീയ അസ്ഥിരതയ്ക്കോ വഴിതെളിയിക്കാതെ ഒരു ഭരണം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ തയ്യാറാകണം. അവരുടെ പരമ്പരാഗതമായി കോൺഗ്രസ് കാണിക്കുന്ന പോലെ കർണാടകയിലും മറ്റും കണ്ടതുപോലെ മൂപ്പുള തർക്കം നേതൃത്വത്തിന് വേണ്ടിയുള്ളത് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെ ഡേറ്റയുടെ കൂട്ടത്തിൽ നമ്മൾ കണ്ടതാണ്, സർവേയിൽ ഏറ്റവും പ്രിഫറബിൾ ചീഫ് മിനിസ്റ്ററായിട്ട് കണ്ടത് VD സതീശന് UDFന് കിട്ടിയ 42%-ൽ 21% VD സതീശന് അനുകൂലമാണ്. ബാക്കിയുള്ളവരൊക്കെ വളരെ വളരെ താഴെയാണ്. അതിൽ നിന്ന് തന്നെ ജനകീയത സതീശന് അനുകൂലമാണെന്ന് കാണുന്നുണ്ട്. വേണുഗോപാലിനൊക്കെ വളരെ നെഗ്ലിജിബിളായിട്ടേ ഉള്ളൂ. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ഉള്ളംകൈയിലാണ് വേണുഗോപാലിൻ്റെ രാഷ്ട്രീയവും ആ ഗ്രൂപ്പിൻ്റെ ശക്തിയും എന്നുള്ളത് കൊണ്ട് ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ ഒരുപക്ഷെ വേണുഗോപാലിനെ പോലെ മറ്റാർക്കും കഴിയില്ല.
ഇവിടെ ഞാൻ മറ്റൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയാണ്. ഇപ്പോൾ നമ്മളൊരു ഫെഡറൽ രാജ്യം എന്നുള്ള നിലയിൽ ദേശീയ രാഷ്ട്രീയം പോലെ സംസ്ഥാന രാഷ്ട്രീയവും പ്രസക്തിയുള്ളതാണ്. മഞ്ജുഷ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ ഇടയ്ക്ക് MLA ആകും, അത് കഴിഞ്ഞ് പാർലമെൻറ്റിൽ പോകും, അത് കഴിഞ്ഞ് വീണ്ടും അസംബ്ലിയിൽ വരും, വീണ്ടും പാർലമെൻറ്റിൽ പോകും. അവിടെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ കണ്ടത് കോൺഗ്രസിലെ 9 MP-മാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം കാണിച്ചു. അത് അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ ശക്തി 99-ൽ നിന്ന് 90-ആയി കുറയുമായിരുന്നു. വാസ്തവത്തിൽ പ്രാദേശിക രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ലേ? പ്രാദേശിക നേതാക്കന്മാർ കോൺഗ്രസിന് ഇല്ലാഞ്ഞിട്ടാണോ MP-മാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഈ ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ചർച്ച പോലും അനുവദിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവല്ലോ. ഇപ്പോൾ KC വേണുഗോപാൽ തന്നെ ഇടപെട്ട് ഈ ചർച്ച നിർത്തിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നുവല്ലോ. അദ്ദേഹം 2009-ലും 2014-ലും KC വേണുഗോപാൽ ലോക്സഭയിൽ എത്തുന്നു. 2019-ൽ അദ്ദേഹം മത്സരിക്കാതെ മാറി നിൽക്കുന്നു. പിന്നെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. ശരിക്കും ഈ വർഷം 2026 വരെ അദ്ദേഹത്തിന് രാജ്യസഭാ അംഗത്വം ഉള്ളതാണ്. അതിനിടയിലാണ് രാജ്യസഭാ അംഗത്വം വേണ്ടെന്ന് വെച്ച് അദ്ദേഹം വീണ്ടും 2024-ൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ സീറ്റ്, രാജ്യസഭാ സീറ്റ് BJPക്ക് കിട്ടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ് ഇപ്പോൾ അക്കരപ്പച്ച രാഷ്ട്രീയം പയറ്റുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശരിക്കും ഇതൊരു അക്കരപ്പച്ച രാഷ്ട്രീയം എന്ന് തന്നെ പറയാമല്ലോ KC വേണുഗോപാലിൻ്റെ ഈ മോഹം. തീർച്ചയായിട്ടും. അല്ല, ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാര് അവര് ദില്ലിയിൽ എത്രമാത്രം അവർക്ക് ശക്തി ഉണ്ടാക്കാൻ പറ്റിയാലും, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനങ്ങളിൽ എത്താൻ പറ്റിയാലും, അവരെപ്പോഴും അവരുടെ ഒരു കണ്ണ് കേരളത്തിൽ തന്നെ ആയിരിക്കും. അത് 1977-78 കാലഘട്ടത്തിൽ CM സ്റ്റീഫൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം 1965-ൽ തന്നെ PT ചാക്കോയുടെ മരണത്തിന് ശേഷം R ശങ്കറിൻ്റെ കോൺഗ്രസിലുള്ള ആ പ്രതാപം നഷ്ടപ്പെട്ടതിന് ശേഷം 65-ലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഒരു ഔദ്യോഗിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു CM സ്റ്റീഫൻ. പക്ഷേ 65-ലെ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. കേരള കോൺഗ്രസും ഒന്നിച്ചില്ല. 67-ൽ സപ്തകക്ഷി മുന്നണി ഉണ്ടായി. അതിനുശേഷം കേരളത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞതിന് ശേഷം വീണ്ടും അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് CM സ്റ്റീഫൻ ദില്ലിയിൽ ഇന്ദിരാഗാന്ധിയുടെ ഇപ്പോൾ KC വേണുഗോപാൽ ഏത് തരത്തിലാണോ രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലർ പറയാതെ കടന്നു പോകുന്നു എന്ന് പറയും. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വേണു വിളികൾ നേരിട്ട് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഈ വേണുഗോപാലിൻ്റെ ഒരു രാഹുൽ ഗാന്ധിയുടെ മേലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും അത് വ്യക്തമാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ ഒരു വേള പ്രതിപക്ഷ നേതാവ് സ്ഥാനം അലങ്കരിച്ച CM സ്റ്റീഫൻ അദ്ദേഹം കേരളത്തിൽ 77-ലും 78-ലും അന്ന് അദ്ദേഹം ഒരു വട്ടം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും മത്സരിച്ച് തോറ്റതാണ്. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹം കാലുറപ്പിച്ചത്. കാരണം ഇവിടെ കരുണാകരനോട് അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിൻ്റെ ഒരു തലമുറ ഇളപ്പം ഉള്ള കരുണാകരനോട് അന്ന് തോറ്റു. അതുപോലെ KC വേണുഗോപാൽ നീണ്ട 17 വർഷമായിട്ട് അദ്ദേഹം ദില്ലിയിലാണ്. 2009 മുതൽ അദ്ദേഹം ദില്ലിയിൽ പതുക്കെ ആദ്യം 2009-ൽ ജയിക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ NSS അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ മന്ത്രിയായത് ശശി തരൂറാണ്. പിന്നീടാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. അപ്പോൾ അത് NSSൻ്റെ കെയർ ഓഫിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു. ആദ്യത്തെ തവണ ലോക്സഭാംഗമായ KC വേണുഗോപാൽ കേന്ദ്രമന്ത്രിയാകുന്നു. സഹമന്ത്രിയാണെങ്കിലും അദ്ദേഹം സിവിൽ ഏവിയേഷൻ്റെ ഒക്കെ ചുമതലയുള്ള സഹമന്ത്രിയാകുന്നു. 2014-ന് ശേഷം കോൺഗ്രസിന് ഇന്ത്യയിൽ ഭരണമില്ല, ദില്ലിയിൽ ഭരണമില്ല. പക്ഷേ അദ്ദേഹം 2017-ന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓപ്പറേഷൻ ഗോവയിലായിരുന്നു. അത് ഭരണം നഷ്ടപ്പെടുന്ന ഒരു ഓപ്പറേഷനായിരുന്നു. പക്ഷേ അന്നത്തെ അവിടുത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ദിഗ്വിജയ് സിംഗിൻ്റെ എന്തൊക്കെയോ പരാജയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. ദിഗ്വിജയ് സിംഗിനെ ഒരു ക്ഷണം കൊണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹം കറിവേപ്പിലയാക്കുകയും പകരം KC വേണുഗോപാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇന്നർ ക്വാർട്ടറിയിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യ ഒരു ട്രബിൾ ഷൂട്ടറായി മാറ്റുകയും ചെയ്യുന്ന അത്ഭുതകരമായ പ്രതിഭാസമായിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടത്. 2019-ൽ 18 അവസാനം രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട്, ഇതേ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്ന അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റിനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് അവിടെ എങ്ങനെയാണോ മുഖ്യമന്ത്രിയായത്, അതിനുശേഷം ആ പദവിയിലെത്തിയ KC വേണുഗോപാൽ ഇപ്പോൾ നീണ്ട 7 വർഷം ആ പദവിയിൽ ഇരുന്നതിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ
ഇതുപോലെ ഒരു കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി ആഗ്രഹമുണ്ട് എന്ന് ഇതുപോലെ ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നെങ്കിൽ അവരെയൊക്കെ പലതരത്തിൽ കൈകാര്യം ചെയ്തിരുന്ന അല്ലെങ്കിൽ പലതരത്തിൽ ആക്ഷേപിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലുണ്ട്. പക്ഷെ ഇപ്പോൾ ആരും അതിൽ സംശയിക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി മോഹം എത്ര കലശലായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം കഴിഞ്ഞ ഒരു മാസമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ പരിഹസിക്കുന്ന ഒന്നുകൂടി ആവുകയല്ലേ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? വോട്ട് ചെയ്ത് ജനങ്ങളെ പരിഹസിക്കുന്ന ഒന്നുകൂടി ആവുകയാണല്ലോ. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ജനങ്ങളുടെ ചോയ്സിലേ ഉണ്ടായിരുന്നില്ല. അവർ LDFന് പകരം UDFനെ തെരഞ്ഞെടുക്കുന്നത് മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, പിണറായി സർക്കാരിനെ മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അവിടെ കെ.സി. വേണുഗോപാൽ ഒരു ചോയ്സേ ആകുന്നില്ലല്ലോ, എന്നിട്ട് പറന്നിറങ്ങാൻ തയ്യാറായിരിക്കുകയാണ് ഈ നേതാവ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ തമാശ. കെ.സി. വേണുഗോപാൽ കേരളത്തിൽ ഒരു ഘട്ടത്തിലും അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ട ആളല്ല. കാരണം അദ്ദേഹം അതിനേക്കാൾ വളരെ മുകളിലുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. കേരളത്തിലാണെങ്കിൽ നേതൃബാഹുല്യമുണ്ട്, നേതാക്കൾക്ക് ഒരു കുറവുമില്ല. ഇപ്പം രാജസ്ഥാനിലാകെ സച്ചിൻ പൈലറ്റോ അല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ടോ എന്ന 2 ഓപ്ഷൻ ഉണ്ടായിരുന്നപ്പോൾ കേരളത്തിൽ എത്രയോ ഒരു നീണ്ട നിര നേതാക്കളുണ്ട്. ഇപ്പോൾ കെ മുരളീധരൻ മുതൽ ശശി തരൂർ മുതൽ എത്രയോ നേതാക്കൾ ഈ സ്ഥാനത്തിന് അർഹരായവരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിരയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനും ഇതിനു മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കും തന്നെയാണ് കേരളത്തിൽ ഈ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യത. കാരണം അവർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസിനെ കേരളത്തിൽ നയിച്ചത്. കേരളത്തിലെ ഒരു 5 വർഷം കൂടുമ്പോൾ ഭരണം മാറിയിരുന്ന ആ പ്രക്രിയ കഴിഞ്ഞ തവണ പല കാരണങ്ങളാൽ ചെന്നിത്തലയുടെ കുഴപ്പങ്ങൾ ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. ഇത്തവണ വി.ഡി. സതീശൻ UDFനെ ഒരു ടീം UDF എന്ന നിലയ്ക്ക് തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ അതിൽ പ്രധാനമായിരുന്നു. പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആൻറ്റി ഇൻകംബൻസി 10 വർഷമായപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ വെറുത്തതും ഒക്കെ കാരണമായി. എങ്കിലും അവർ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ മൂന്നാമതൊരാൾക്ക് എന്ത് റോള് എന്ന് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിച്ചു പോകും. പക്ഷേ കോൺഗ്രസിൽ ഇതൊക്കെ നടക്കും. കോൺഗ്രസിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഗാന്ധി കുടുംബം, അതും കൃത്യമായി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ ഇച്ഛയാണ് ഇവിടെ കോൺഗ്രസിൽ നടക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചാൽ അത് ഭൂമിയിൽ ആർക്കും തടയാൻ കഴിയില്ല. അദ്ദേഹം കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും മുഖ്യമന്ത്രിയായിട്ട്. പ്രത്യേകിച്ചും ഇവിടെ MLA-മാരുടെ കണക്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെയായിരിക്കും എണ്ണം കൂടുതൽ. പക്ഷേ അപ്പോൾ അതിന് ശേഷം എന്ത് സംഭവിക്കും, ജനങ്ങൾ എങ്ങനെ അതിനെ കാണും, അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളിടത്താണ് സംശയം. പിന്നെ ജനങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു ചോയ്സ് ആയിരിക്കില്ല ശ്രീ ആനന്ദ് കൊച്ചുകൂടി. നമുക്ക് നിസ്സംശയം പറയാം, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചോയ്സ് അല്ല ഇത്തവണ കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തിന് ഇനിയും അവസരം കിട്ടുമായിരിക്കും. പക്ഷേ ഇത്തവണ കെ.സി. വേണുഗോപാൽ അതിന് തുനിയരുത്. കാരണം ഇവിടെ നേതാക്കന്മാരുണ്ട്, ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടവരുണ്ട്. പക്ഷേ അവിടെ ശ്രീ മോഹൻ വർഗീസ് കെ.സിക്ക് വേണ്ടി വാദിക്കുന്നവരുടെ, കെ.സി. വരട്ടെ എന്ന് പറയുന്ന ഒരു ആരാധക വൃന്ദം തന്നെയുണ്ടല്ലോ. അവർ പറയുന്ന കാര്യം, ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ഇത്ര ഭംഗിയായിട്ട് സംഘടനാ സെറ്റപ്പോട് കൂടി നടത്തിക്കൊണ്ട് പോകുവാൻ സാധിച്ചത് അത് കെ.സി. വേണുഗോപാലിൻ്റെ മിടുക്കാണെന്നാണ്. അവിടെ പണം ഒഴുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പണം ഇറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ.സി. വേണുഗോപാലിന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് കെ.സിയുടെ മിടുക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതിപാഠകർ വന്നിരിക്കുന്നത്. എക്കാലത്തും കോൺഗ്രസ് കൾച്ചറിൽ സ്തുതിപാഠകരുടെ ഒരു വലിയ ബാഹുല്യമുണ്ടായിരുന്നു. ഈ അണിയറയിൽ നിന്ന് ചരട് വലിക്കുക എന്നതല്ലാതെ അരങ്ങത്ത് ഇറങ്ങി കളിക്കാനൊക്കെ പലപ്പോഴും തയ്യാറാവാത്ത പല സ്തുതിപാഠകരുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കെ.സി. വേണുഗോപാലാണ് ഡി ഫാക്ടോ ഹൈക്കമാൻഡിനെ കൊണ്ടുപോയി നടക്കുന്നത്. അത് കൊണ്ടു നടക്കുന്നത് കെ.സി.യാണ്. അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് പല സൗഭാഗ്യങ്ങളും ലഭിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തലയോടോ വി.ഡി. സതീശനോടോ പറഞ്ഞാൽ ലഭിക്കുന്നതിനേക്കാൾ സംഘടനയ്ക്കുള്ളിലോ എന്തെങ്കിലും സ്ഥാനങ്ങൾ, മറ്റ് സ്ഥാനങ്ങളോ എല്ലാം ലഭിക്കാൻ നല്ലത് കെ.സിയുമായ ചങ്ങാത്തമാണ് എന്നതാണ് കെ.സിയെ ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട ചേതോവികാരം. ഇത് നോക്കൂ, ആരോഗ്യപരമായ ഒരു അതിർവരം ആവശ്യമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സംഘടനാ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ പാർലമെൻ്ററി പാർട്ടി, നിയമസഭാ സാമാജികരുടെ പാർലമെൻ്ററി പാർട്ടി, ലോക്സഭാ സാമാജികരുടെ പാർലമെൻ്ററി പാർട്ടി, ഇനി പാർലമെൻ്ററി പാർട്ടിയിലൊന്നും ഇല്ലാത്ത നേതാക്കന്മാർ, ഇവരൊക്കെ തമ്മിലുള്ള ആരോഗ്യപരമായ ഒരു ഫീഫ്ഡം, അധികാര വിഭജനം അത് ആവശ്യമല്ലേ? ഇവിടെ സംസ്ഥാനത്തിൻ്റെ നേതാക്കളായി ഹൈക്കമാൻഡ് തന്നെ ചുമതലപ്പെടുത്തിയ ആളുകളാണ് രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ടേമിൽ, ഈ ടേമിൽ വി.ഡി. സതീശനും. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ കാണുന്നത് ഇവരുടെ മുഖങ്ങളാണ്. അവരുടെ പിന്നിൽ നിന്ന് അവരെ എനേബിൾ ചെയ്യാൻ വേണ്ടി പണം എത്തിച്ചു കൊടുക്കുക, സാഹചര്യങ്ങൾ ഒരുക്കുക, ഹൈക്കമാൻഡിന് സപ്പോർട്ട് ഉറപ്പാക്കുക, അതുമാത്രമായിരുന്നു കെ.സി. വേണുഗോപാലിൻ്റെ ജോലി. അല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനകീയ മുഖമായി
അവതരിപ്പിക്കപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണക്കാർ അവതരിപ്പിച്ച ഒരു പേരേ ആയിരുന്നില്ല കെ.സി. വേണുഗോപാൽ. പക്ഷേ നോക്കൂ, ഒരു പുരുഷായുസിൽ പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുപ്രവർത്തകരുടെ ഒരു മനസ്സിൽ ഒരിക്കലെങ്കിലും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കസേര മുഖ്യമന്ത്രി പദത്തിൽ എത്തിയില്ല എങ്കിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണമാവില്ല എന്ന ചിന്തയാണ് ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക്. അത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അങ്ങനെ തന്നെയൊക്കെ ആകുക. അവരത് പുറമേ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല, ആരെക്കൊണ്ടും കാര്യമായി പറയിപ്പിക്കുന്നില്ല. അത് മറ്റൊരു രീതിശാസ്ത്രമാണ്. അവിടെയാണ് ഒരു മുഖ്യമന്ത്രി മെറ്റീരിയലാണ് താൻ എന്ന് ഏറെ പേരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുന്നു. ജൈവികമായി പറയുന്നവരുണ്ട്, പറയിപ്പിക്കുന്നവരുണ്ട്. പറയിപ്പിക്കുക എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും അല്ലേ? വെറുതെ എന്തിനു പറയിപ്പിക്കുന്നു എന്ന രീതിയിൽ. PR എക്സസൈസിന് പല ഡയമെൻഷൻസ് ഇല്ലേ ശ്രീ മഞ്ജുഷ്? PR എന്ന് പറയുമ്പം അത് സ്വമേധയാ ചെയ്യുന്നത് ആരും സ്വമേധയാ ചെയ്യില്ല. ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഈ PR വർക്ക് ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടല്ലോ, അവർക്ക് ചില പ്രയോജനങ്ങൾ കിട്ടണമല്ലോ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ബലമാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ അത് കേന്ദ്രത്തിൽ പിടിയുള്ള കെ.സി. വേണുഗോപാൽ സംഘടനയെ ഉജ്ജ്വലമായി നയിക്കാൻ കഴിയുന്ന ഒരാൾ. പലപ്പോഴും പരാജയങ്ങളെ പറ്റുമ്പോൾ കെ.സി. വേണുഗോപാലാണ് ഒരാളാണ് രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് കുഴിയിൽ ചാടിക്കുന്നത് എന്ന പേരുദോഷവും പല ആവർത്തി കെ.സി. കേട്ടിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ ദേശീയ തലത്തിൽ പിടിച്ചു നിർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ റോളുണ്ട്. അപ്പം നമുക്കിനി ചോദിക്കാം, ആർക്കാണ് ഈ സ്വാധീന കൂടുതൽ? കേരള മുഖ്യമന്ത്രിക്കാണോ, ഹൈക്കമാൻഡിൻ്റെ വിശ്വസ്തനായ ഒരാൾക്കാണോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, പാൻ ഇന്ത്യ തലത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും വിശ്വസ്തനായ, ഹൈക്കമാൻഡ് കഴിഞ്ഞാൽ, അതായത് സോണിയ, രാഹുൽ, പ്രിയങ്ക കഴിഞ്ഞാൽ പിന്നെ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കുള്ള സ്ഥാനത്തോടൊപ്പം തന്നെ ഉള്ളൊരു സ്ഥാനമാണ്, ഔപചാരികമല്ലെങ്കിൽ പോലും സ്ഥാനമാണ്. ഇപ്പോൾ ഇതാ അദ്ദേഹത്തെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുകയാണ്, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനർത്ഥം അദ്ദേഹത്തിന് സേവനം അവിടെ ആവശ്യമുണ്ട്. പാർലമെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലാമർ കമ്മിറ്റിയാണ്. പ്രതിപക്ഷത്തെ ഒരു അംഗത്തിന് PACയുടെ ചെയർമാൻ സ്ഥാനം ലഭിക്കും. നീട്ടിക്കൊടുക്കുകയായിരുന്നു. അത് മാത്രമല്ല, പക്ഷേ ശ്രീ മോഹൻ വർഗീസ് അതിനേക്കാൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി പദവിയായിരിക്കില്ലേ? അതാണ് ഗ്ലാമർ. ഇവിടെ ഒരു പബ്ലിക് പെർസെപ്ഷനാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കെ.സി. വേണുഗോപാൽ എത്ര വലിയ നേതാവാണെങ്കിലും മലയാളികൾക്കല്ലേ അദ്ദേഹത്തിനെ പരിചയം. മറ്റേ ഹരിയാനയിൽ ഇരിക്കുന്നവന്, ഉത്തർപ്രദേശിൽ ഇരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നൊരു വലിയ നേതാവ് അവിടെ കേന്ദ്രത്തിൽ ഇങ്ങനെ നടക്കുന്നു, അതൊന്നും വലിയ കാര്യമല്ല. അതുകൊണ്ട് മലയാളി മനസ്സുകളിൽ 3.5 കോടി മലയാളികളുടെ മനസ്സിൽ സ്ഥിരമായി ഒരു സ്ഥാനം നേടണമെങ്കിൽ, ചരിത്രത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് കാര്യമില്ല, കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിട്ട് കാര്യമൊന്നുമില്ല. ഇൻഫ്ലുവൻസ് ഉണ്ട്, പക്ഷേ പവർ എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് ചരിത്രത്തിൽ ഇടം നേടാൻ തനിക്കൊരവസരം ഇതാ വന്നിരിക്കുന്നു. ഇനിയൊരു അവസരം എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നൗ ഓർ നെവർ വേണ്ടത് വെക്കാൻ എന്തായാലും കെ.സി. തയ്യാറെടുക്കുകയില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ചർച്ചകളിൽ തനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നതും മുഖ്യമന്ത്രി ആകാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം പറയാത്തതും, അല്ലേ? അത് അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. ശ്രീ ഷാബു പ്രസാദ്, കെ.സിയുടെ മോഹം നടക്കുമോ? താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? UDFനാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ, UDFന് ആ ഒരു അവസ്ഥയിൽ ഒരു സർക്കാർ ഉണ്ടാക്കാവുന്ന ഒരു അവസ്ഥയിൽ എത്തുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, കെ.സി. വേണുഗോപാലായിരിക്കും മുഖ്യമന്ത്രി. ആകുമെന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നില്ല ഇപ്പോഴും, അല്ലേ? UDF ആണ് എന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നില്ല? ഇല്ല. എന്താ വെച്ചാൽ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ വന്ന നമ്മുടെ കൺമുമ്പിലുള്ള ഡേറ്റ, ഇപ്പൊ അവസാനത്തെ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരുടെയാണ് എക്സിറ്റ് പോൾ ഡേറ്റകളാണ്. എക്സിറ്റ് പോൾ ഡേറ്റകളിൽ കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഇവർക്ക് ഒരു എഡ്ജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതൊരു നേരിയ എഡ്ജാണത്, ഒരു നാരോ ആയിട്ടുള്ള എഡ്ജേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അവർ കാര്യമുണ്ട്, ഇപ്പൊ നിങ്ങളുടെ തന്നെ സർവേയില് ഏതാണ്ട് 3 to 5% അഭിപ്രായമില്ലാത്തവരാണ്. ഈ ഒരു എങ്ങനെ പോയാലും ഏതൊരു സർവേക്കും മഞ്ജുഷേ ഒരു മാർജിൻ ഓഫ് എറർ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഒരു 5 to 10% മാർജിൻ ഓഫ് എറർ നമ്മൾ ഏതിനും കൊടുക്കണം. ആ 5 to 10% മതി കാര്യങ്ങൾ മാറി മറിയാൻ. ഇനി വേറൊരു കാര്യമുണ്ട്, ഇതിപ്പോ ഈ റിസൾട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഡേറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഏകദേശം 2011 തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ടിനോട് അടുത്താണ് ഇത് നിൽക്കുന്നത്. അന്ന് പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അന്ന് BJP എന്ന് പറയുന്ന ഇത്ര വലിയൊരു ഫാക്ടർ ആയിരുന്നില്ല. BJPക്ക് അന്ന് 10-11% വോട്ടേ ഉള്ളൂ. ആ വോട്ട് അപ്പോൾ ഇവിടെ BJPയുടെ അതിശക്തമായ പ്രസൻസ് ഇവിടെ സീറ്റുകളിൽ പ്രതിഫലിച്ചാൽ, റിസൾട്ടിൽ പ്രതിഫലിച്ചാൽ, ഈ പറഞ്ഞ എക്സിറ്റ് പോൾ റിസൾട്ട് ഒന്നും മാറാൻ ഒരു ഡിസിസീവായിട്ടുള്ള ഒരു ഡേറ്റ അല്ല ഇത്, റിസൾട്ട് ഫലമല്ല ഇപ്പൊ ഈ എക്സിറ്റ് പോൾ തന്നിരിക്കുന്നത്. ഇപ്പൊ ബംഗാളിലേത് അതൊരു ഡിസിസീവാണ്, ആസാമിലേത് ഡിസിസീവാണ്. ഇപ്പം ഈ പറഞ്ഞ മാർജിൻ ഓഫ് എറർ
BJPക്ക് എഗൻസ്റ്റ് ആയിട്ട് മാറിയാൽ പോലും ആസാമിലും ബംഗാളിലും BJP തോൽക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. എന്നാൽ ഇവിടെ അതല്ല അവസ്ഥ. ഈ മാർജിൻ ഓഫ് എറർ UDFന് എഗൻസ്റ്റ് ആയാൽ അവിടെ കഴിഞ്ഞു കഥ. അങ്ങനെ ഒരു വലിയ ഫാക്ടർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം എല്ലാവരും നമ്മളിപ്പം ഓൺ ആൻഡ് ആവറേജ് എല്ലാ ഏജൻസികളും നടത്തിയ എക്സിറ്റ് പോൾ സർവേ എടുത്തു കഴിഞ്ഞാൽ ആവറേജ് സീറ്റ് UDFന് ഒരു 70-നും 75-നും ഇടയ്ക്കാണ്. ഇത് എത്ര അപകടകരമായ സിറ്റുവേഷൻ ആണെന്ന് ആലോചിച്ച് നോക്കൂ. അതിനിടയ്ക്കാണ് ഇവിടെ ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് താങ്കൾ KC ആയിരിക്കും മുഖ്യമന്ത്രി ആവുക എന്ന് പറയുന്നത്? കാരണം വേറൊന്നുമല്ല, കോൺഗ്രസ് ഇപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ എല്ലാം പറഞ്ഞു ജനാഭിലാഷം, പിന്നെ MLA-മാരുടെ അവരുടെ പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനം, ഇങ്ങനെ വല്ലതും ആണോ എന്ന് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതിന്റെ മഞ്ജുഷേ. ഇപ്പൊ ഒരു കാര്യമുണ്ട്, 94-95 ചാരക്കേസിനെ തുടർന്ന് കരുണാകരൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ നേതാക്കന്മാരും ഇല്ലാഞ്ഞിട്ടാണോ അവിടെ കേന്ദ്രമന്ത്രിയായിരുന്ന AK ആന്റണിയെ ഇങ്ങോട്ട് കെട്ടിയിറക്കിക്കൊണ്ട് വന്നത്? അന്ന് കൊണ്ടുവന്ന അന്ന് എയർഫോഴ്സിന്റെ സ്പെഷ്യൽ പ്ലെയിനിലും കണ്ട് കൊണ്ടുവന്നതിന്റെ വിവാദം എത്രയോ കാലം ഉണ്ടായിരുന്നു. പക്ഷെ ആന്റണിയുടെ കരിസ്മയൊക്കെ ഈ പറയുന്ന KC വേണുഗോപാൽ ഉണ്ടോ ശ്രീ ഷാബു പ്രസാദ്? ഇല്ല, ഞാൻ അതല്ല പറഞ്ഞത്, കരിസ്മയുടെ കാര്യമല്ല. നമ്മളിവിടെ പറഞ്ഞ് ജനാഭിലാഷവും മറ്റേ കുന്തം കുടച്ചക്കറൊക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഇപ്പം പറഞ്ഞാൽ 96-ലെ അസംബ്ലി ഇലക്ഷനിൽ EK നായനാരും മത്സരിച്ചിട്ട് പോലുമില്ല. 87-ലെ അസംബ്ലി ഇലക്ഷനിലെ ഇവിടുത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്തായിരുന്നു? കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കട്ടെ എന്ന പ്രാസം ഒപ്പിച്ച വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ ജനാഭിലാഷമോ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ജനങ്ങൾക്ക് അങ്ങനെ പ്രത്യേക അഭിലാഷമൊന്നും ഇല്ലാന്ന്. ഇപ്പം ഒരു ഇലക്ഷൻ വരുമ്പോൾ ചോദിക്കുമ്പോൾ VD സതീശൻ കൊള്ളാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി കൊള്ളാം, അദ്ദേഹം മറ്റേ പ്രതിപക്ഷ നേതാവാണ്. അതിനപ്പുറത്തേക്ക് ഈ VD സതീശനോടോ ഇവരോടോ ഒന്നും അങ്ങ് വലിയ അന്ധമായ ആരാധനയും കമ്മിറ്റ്മെന്റും തേങ്ങാക്കൊലയൊന്നും ഇല്ലെന്ന്. ഇനിയിപ്പം നാളെ ഇയാള് ഇവിടെ വന്നു, UDFന് ഭൂരിപക്ഷം കിട്ടിയെന്നിരിക്കട്ടെ, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി, ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന സർവേ നോക്ക്, ഏറ്റവും നല്ല മുഖ്യമന്ത്രി ജനാഭിലാഷം KC വേണുഗോപാൽ, ഇതായിരിക്കും കിട്ടുക. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഈ ജനാഭിലാഷം എന്നൊക്കെ പറയുന്ന സാധനം. അല്ലാതെ ഇതൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള സാധനമൊന്നും അല്ല. ഇവിടെ കോൺഗ്രസിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാ? ഈ പറഞ്ഞതുപോലെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ അടിസ്ഥാനപരമായ രാഷ്ട്രീയ ബോധം പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ബേസിക്, അതായത് ഇവിടെ ഇരിക്കുന്നവർ എത്ര പേര് തുറന്ന് യോജിക്കുമെന്ന് എനിക്കറിയില്ല, ഉള്ളിലെങ്കിലും യോജിക്കുമായിരിക്കും. ബേസിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ നോളജോ പൊളിറ്റിക്കൽ വിസ്ഡമോ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ ആരാണോ അടുത്ത് നിന്ന് കൂടുതൽ മണിയടിക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത്, ഇപ്പം രാഹുൽ ഗാന്ധിയുടെ സ്വപ്രഖ്യാപിത രാഷ്ട്രീയ ഗുരുവാണ് KC വേണുഗോപാൽ. സ്വാഭാവികമായിട്ട് ആ ചോയ്സിലേക്ക് പോകും. ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, യാതൊന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ. അതാണ് ഡോക്ടർ G. ഗോപകുമാർ, താങ്കൾ അങ്ങനെയാണോ കാണുന്നത്? ഷാബു പ്രസാദിന്റെ വിലയിരുത്തലുമായിട്ട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, രാഷ്ട്രീയത്തിൽ നമുക്ക് സാധ്യതകളുടെ കലയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ചുറ്റുപാടുകളുടെ ആനുകൂല്യം KC വേണുഗോപാലിന് അനുകൂലമാണ് എന്ന് ഞാൻ പറയും. അത് ഇവിടെ വ്യക്തമാണ്. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തെ നയിച്ച, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് മറുവശത്ത് ശക്തനായൊരു നേതൃത്വം നൽകി, ഇടതുപക്ഷത്തിൻ്റെ എല്ലാ ആരോപണങ്ങളെയും ചെറുത്ത് തിരിച്ചങ്ങോട്ട് ആക്രമിച്ച് അതുപോലെ ശക്തനായി നിന്ന ഒരു നേതാവാണ് സതീശൻ. അപ്പോൾ സതീശനുണ്ടാക്കിയ ജനകീയത എന്ന് പറയുന്നത് ഇടതുപക്ഷനെ നേരിട്ടത് കണക്കും എല്ലാം ശക്തമായി പറഞ്ഞ് അങ്ങനെ കിട്ടിയ ഒരു പിന്തുണ ആർജിച്ചതാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു പോപ്പുലാരിറ്റി. പഠിച്ച് പറയുന്നു എന്നുള്ളത് കൊണ്ടും പിണറായിയെ ഭയമില്ലാതെ സംസാരിക്കുന്നുവെന്നും അസംബ്ലിയിൽ നല്ല ഹോംവർക്ക് ചെയ്യുന്നുവെന്നും സാമ്പത്തിക കാര്യങ്ങളിൽ വൈദഗ്ധ്യമുണ്ടെന്നും അതെല്ലാം കൊണ്ട് കിട്ടിയ ഒരു പേഴ്സണാലിറ്റി അപ്രൂവലും ജനകീയതയും പ്രോബബിൾ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ജനങ്ങളുടെ മനസ്സിൽ വന്നതും ഇതുവരെ അദ്ദേഹം മന്ത്രിയായിട്ടില്ല, മറ്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ ഒരാൾക്കൊരു അവസരം കൊടുത്താൽ രാഷ്ട്രീയം
സംശുദ്ധമാകുമെന്ന് കുറച്ച് UDF അനുഭാവികൾ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ഒരു വസ്തുതയാണ്. അപ്പോൾ ജനകീയത അതവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 5 വർഷത്തിൻ്റെ അല്ലെങ്കിൽ 10 വർഷത്തിൻ്റെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവസാനത്തെ 5 വർഷം ശക്തമായ അസംബ്ലിയിൽ പ്രതിപക്ഷത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നിന്ന് അത് നിസ്സാരമല്ല, കാര്യമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തു. അതിൻ്റെ ഗുണമാണ് UDFന് ഇപ്പോൾ നേരിയ മുൻകൈ ഇത്രയും ശക്തമായൊരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിക്കകത്ത് 11-12 പാർട്ടികളുള്ളപ്പോൾ അതിനെ നേരിടാനുള്ളൊരു കഴിവുണ്ടാക്കി കൊണ്ടുവന്നതിൽ സതീശനും തൊട്ട് പിറകിൽ രമേശ് ചെന്നിത്തലയ്ക്കും അതിൻ്റേതായൊരു സ്ഥാനമുണ്ട്. ശാബുപ്രസാദ് പറഞ്ഞതിനകത്തൊരു വസ്തുത വളരെ വ്യക്തമാണ്. ഇപ്പോഴത്തെ ചുറ്റുപാട്, ഭരണത്തിൻ്റെ കേന്ദ്രത്തിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന ചുറ്റുപാട് നോക്കുമ്പോൾ വേണുഗോപാൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ആരും അറിയില്ല എന്ന് പറയുന്നതിനോട് എത്ര യോജിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും നാഷണൽ ലെവലിൽ അദ്ദേഹത്തിന് ഒരു പവറാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു കിങ് മേക്കർ ആകാനുള്ള ഒരു സാധ്യത വരെ ഡൽഹി രാഷ്ട്രീയത്തിലുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസ് എത്ര ശക്തമായി നിൽക്കുന്നു അതനുസരിച്ച് വേണുഗോപാലിൻ്റെ ശക്തിയും വർദ്ധിക്കും. അതെല്ലാം വിട്ട് 3.5 കോടി ജനങ്ങളുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ നയിക്കേണ്ട ഒരാൾ അത് വിട്ട് ഓടി വരുന്നു എന്നുള്ളൊരു ചിന്താഗതിയും ഇവിടെ ഉണ്ടാകും. പക്ഷെ അത് കേരളം തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും കെ.സി. വേണുഗോപാൽ തെരഞ്ഞെടുക്കുക. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി അത് കെ.സി. വേണുഗോപാലിനും ബോധ്യമുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിൽ വന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുക എന്നുള്ള ഗ്ലാമർ പോസ്റ്റാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. വേണ്ടെന്ന് വെക്കില്ല കെ.സിയെ പോലെയുള്ള ഒരു നേതാവ്. അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയല്ല, അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് തന്നെ ഓഫർ ചെയ്യണം, അദ്ദേഹം തന്നെ താല്പര്യപ്പെടുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഇവിടുത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 3 പേരും താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ വേണുഗോപാലും താല്പര്യപ്പെടുന്നു. ഇതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം അതിലേക്ക് താല്പര്യപ്പെടുന്നു. അത് അദ്ദേഹത്തിന് ഷാബുപ്രസാദ് പറഞ്ഞൊരു കാര്യം ശരിയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരുന്ന കാര്യമേ ഉള്ളൂ. സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നതിലും തീർച്ചയായിട്ടും വേണുഗോപാലിൻ്റെ ആഭിമുഖ്യമുള്ള ആൾക്കാർ ഒരുപാട് വന്നിട്ടുണ്ട്. താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അത് നേരിടാനും അത് ഫണ്ട് റേസ് ചെയ്യാനും ഒക്കെ വേണുഗോപാലിന് കഴിവുണ്ട്. അതങ്ങനെ സാമ്പത്തികമായിട്ട് ഇലക്ഷനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പാർട്ടിയെ ആക്കിയെടുത്തതിൽ അദ്ദേഹത്തിനൊരു പങ്കുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴും ഒരു നാഷണൽ പ്ലാറ്റ്ഫോം ഉപേക്ഷിച്ച് ഒരു ചെറിയൊരു സംസ്ഥാനത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. കാരണം നേരത്തെ A.K. ആൻ്റണിയുടെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് കരുണാകരനോടൊപ്പം തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നു ആൻ്റണി. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, കരുണാകരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ചാരക്കേസിൻ്റെ പശ്ചാത്തലത്തിൽ, ഞാൻ പോയാൽ പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ആര് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മറുപടി വന്നു A.K. ആൻ്റണി. അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. രാജൻ കേസ് വന്നപ്പോൾ 77-ലും ഇതേ ചോദ്യത്തിനുള്ള മറുപടി A.K. ആൻ്റണി ആയിരുന്നു. അപ്പോൾ അവർ ടോൾ ലീഡേഴ്സായിരുന്നു. രണ്ട് ഗ്രൂപ്പുകളിൽ പെട്ടെങ്കിലും ടോൾ ലീഡേഴ്സാണ്. ഇന്ന് അത് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് വലിയ നേതാക്കന്മാരൊന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ കയറി വരാൻ ദേശീയ തലത്തിൽ നിന്ന് താല്പര്യപ്പെട്ടു വരുന്നു. അപ്പോൾ ഇവിടെ കൊച്ചു നേതാക്കന്മാരാണെങ്കിലും ബാഹുല്യമുണ്ട്. ആവശ്യം പോലെ നേതാക്കന്മാർ ഇവിടെ തന്നെ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ചോദിക്കുന്ന ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലമില്ലേ, അതിനകത്ത് മികവ് കാണിച്ചവരെയല്ലേ കൊണ്ടുവരേണ്ടത്. സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള പ്രത്യേകിച്ച് ഇടതുപക്ഷം വരുന്ന അസംബ്ലിയിൽ ഒട്ടും മോശമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അസംബ്ലിയിലെ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിനെ നേരിടാൻ അതുപോലെ ശക്തനായി പ്രാദേശിക രാഷ്ട്രീയം നന്നായി കൈകാര്യം ചെയ്യുന്ന പശ്ചാത്തലമുള്ള രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശനോ എന്നുള്ള നിലയിൽ നോക്കേണ്ടതല്ലേ കുറച്ചുകൂടി നല്ലത്. ശരിയാണ്. വളരെ ശരിയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. മുഖ്യമന്ത്രി ആര് എന്നുള്ള തർക്കത്തിൽ രമേശും വി.ഡി. സതീശനും 2 വശത്തായി നിൽക്കുന്നുണ്ട്. പക്ഷേ കെ.സി. വേണുഗോപാൽ പറന്നിറങ്ങുവാനുള്ള സാധ്യത കൂടി വരുന്നതനുസരിച്ച് ഇപ്പുറത്ത് ആ യോജിപ്പും ഉണ്ടാകുമല്ലോ കെ.സി. വേണുഗോപാലിനെ വെട്ടുന്നതിന് വേണ്ടിയുള്ള. അതിനുള്ള കരുനീക്കങ്ങൾ എത്രത്തോളമുണ്ട്? അത് തുടങ്ങിക്കഴിഞ്ഞില്ലേ ഇതിനകം? രമേശും സതീശനും മാത്രമല്ല ചിത്രത്തിൽ, കെ.സിയും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാമല്ലോ ഇപ്പോൾ. അപ്പോൾ അതിനെ വെട്ടുവാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് മറുവശത്ത്, അല്ലേ? അല്ല, അത് എത്രത്തോളം നടക്കുന്നുണ്ട് എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ഏറ്റവും അവസാനം രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു അദ്ദേഹത്തോട് നേരിട്ട്, അതായത് സതീശൻ ക്യാമ്പുമായിട്ട് എന്തെങ്കിലും ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഫലം വരട്ടെ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഫലം വരുന്നവരെ ഇവരാരും ബ്ലിങ്ക് ചെയ്യാൻ തയ്യാറല്ല, ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല.
അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അവസാന അവസരം അല്ലെങ്കിൽ ലാസ്റ്റ് ചാൻസ് എന്ന് അദ്ദേഹം അങ്ങനെയാണ് അതിനെ കാണുന്നത്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് 70 വയസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ പ്രായത്തിൻ്റെ ഒരു കാര്യം കൂടി, പിന്നെ അദ്ദേഹം 1982 മുതൽ ഒരു നീണ്ട 4.5 പതിറ്റാണ്ടായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട്. 86-ൽ തന്നെ അദ്ദേഹം മന്ത്രിയായതാണ്, ഒരു വർഷത്തേക്കാണെങ്കിലും. അതിനുശേഷം 9 വർഷം KPCC അധ്യക്ഷനായിരുന്നു. പിന്നെ അദ്ദേഹം 2014 മുതൽ 2.5 വർഷം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. 2011-ൽ തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ അദ്ദേഹം മുന്നിൽ കണ്ടിരുന്നു. ഇപ്പോൾ അന്ന് മത്സരിക്കാൻ, അന്ന് KPCC അധ്യക്ഷനായിട്ട് അദ്ദേഹം മത്സരിക്കാൻ തുനിഞ്ഞു. അന്ന് ബാബു പ്രസാദിനെ മാറ്റി ഹരിപ്പാട് അദ്ദേഹം മത്സരിക്കുകയും പിന്നീട് പാർലമെൻ്ററി പാർട്ടിയിൽ ഒരു ആളുടെ വ്യത്യാസത്തിലാണെന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതുമൊക്കെ നമുക്കറിയാം. പിന്നീട് 2014-ലും അദ്ദേഹത്തിന് സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് പ്രസ് ചെയ്തില്ല. അതായത് ഇപ്പോൾ ഈ സോളാർ കേസ് പോലെ ഒരു കേസിലൊക്കെ ഉമ്മൻചാണ്ടി പെട്ടിട്ടും ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിൽക്കുന്ന പലരും ഇപ്പോഴും വിചാരിക്കുന്നത് രമേശ് ചെന്നിത്തല ഈ മറ്റേ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള സോളാർ കേസിലെ ഒരു പരാതിക്കാരൻ മഞ്ചേരി ശ്രീധരൻ നായർ വഴി എന്തൊക്കെയോ ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷെ ഞാനത് അതിൽ കാര്യമായി അന്വേഷണം നടത്തിയിട്ടും എനിക്കതിനുള്ള കൃത്യമായിട്ട് തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ്. പക്ഷെ അന്നേ മുഖ്യമന്ത്രി ആകാമായിരുന്നു എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ആനന്ദ് കൊച്ചുകൂടി 2011-ൽ അദ്ദേഹം തുറന്നു പറഞ്ഞത് എന്നെ നായരായി ബ്രാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് തന്റെ അയോഗ്യത എന്ന രീതിയിൽ അദ്ദേഹം പൊതുപ്രസ്താവന നടത്തിയതാണ്. അല്ല, അത് അദ്ദേഹത്തിന് ഈ 2011 ഇലക്ഷന് മുൻപ് തന്നെ NSSന്റെ ആസ്ഥാനത്ത് വിലാസ് റാവു ദേശ്മുഖിനെ അയച്ച് സോണിയാഗാന്ധി ചർച്ച നടത്തി NSSന്റെ പിന്തുണ വാങ്ങിച്ച് താക്കോൽ സ്ഥാനം വാഗ്ദാനമൊക്കെ ചെയ്തിട്ടാണ് അന്ന് ഈ ഇലക്ഷനിലേക്ക് തന്നെ പോയത്. അപ്പോൾ അതിനൊക്കെ ശേഷം അത് ഒത്തിരി ചരിത്രമുണ്ടല്ലോ. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ചരിത്രമെല്ലാം കഴിഞ്ഞ് 2021-ൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം, രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും പൂർണ്ണമായ നിയന്ത്രണം, അതായത് 2021-ൽ പോലും അദ്ദേഹമായിരുന്നില്ല ഈ ഫേസ്, അദ്ദേഹമാണെങ്കിലും ഒരു 10 അംഗ കമ്മിറ്റിയും അതിനെ നയിക്കാൻ ഉമ്മൻചാണ്ടിയും ഒക്കെ വളരെ ദുർബലനായിരുന്നു. ഉമ്മൻചാണ്ടിയെ അന്നും അത് ദുർബലനെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് മല്ലിട്ടിരുന്ന ഉമ്മൻചാണ്ടിയെ അന്ന് ആ 10 അംഗ കമ്മിറ്റിയുടെ നേതാവാക്കി രമേശ് ചെന്നിത്തലയ്ക്ക് എന്തോ കുറവുണ്ടെന്ന രീതിയിൽ കോൺഗ്രസ് അദ്ദേഹത്തെ ഒരു പൂർണ്ണ കമാൻഡ് ഏൽപ്പിക്കാൻ തയ്യാറാകാത്തൊരു ഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം പരാജയപ്പെടുകയും, അതായത് ആ ഒരു ഉദ്യമത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയും VD സതീശൻ നേതാവായി വരികയും ചെയ്തത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് കുറേ അയോഗ്യതകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറേ ദൗർബല്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയൊക്കെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് അനുയോജ്യമാണോ എന്നൊക്കെ പലരും ചോദിക്കും. പക്ഷേ ഞാൻ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം എന്താണെന്ന് വെച്ചാൽ ഒരു 10 വർഷത്തെ പിണറായി വിജയൻ്റെ ടോക്സിക്കായ അത്യന്തം മലീമസമായ ഈ രാഷ്ട്രീയ ഒരു അന്തരീക്ഷത്തെ മാറ്റുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ ഇവിടെ സതീശനൊക്കെ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണമാണ്. അതിനു മുൻപ് ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നല്ലോ. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അന്ന് സതീശൻ ഈ ഹരിത MLA എന്നൊക്കെ പറഞ്ഞ് നടന്ന സമയത്തൊക്കെ രമേശ് ചെന്നിത്തല അന്ന് ആക്റ്റീവായിരുന്നു. അതിനു മുൻപ് കരുണാകരൻ്റെ ശിഷ്യൻ ആയിട്ട് നടന്ന രമേശ്, അതിനുശേഷം ആന്റണി ഭരിക്കുമ്പോഴും ഇവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് വയലാർ രവിയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയത് ചിലപ്പോൾ രമേശ് ചെന്നിത്തലയായിരിക്കും. എന്ന് വെച്ച് ഞാൻ രമേശ് ചെന്നിത്തല എൻഡോഴ്സ് ചെയ്യുക എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാനിവർ 3 പേരെയും ആരെയും എൻഡോഴ്സ് ചെയ്യുന്നില്ല. ഇവരുടെ ശിങ്കിടികളും ഈ നേതാക്കൾ നേരിട്ടും ഒക്കെ പലതരത്തിൽ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഈ ഇതുപോലെയുള്ള കുറേ ആൾക്കാരെ പോലെ ഞാൻ എന്തായാലും ഏത് നേതാവിനെ ഞാൻ എൻഡോഴ്സ് ചെയ്യില്ല. പക്ഷേ കീഴ്വഴക്കമായിരിക്കും. അല്ല, ഇന്നയാളിനെ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാട്ടണം, അദ്ദേഹത്തിന്റെ പേര് പറയണം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യൻ KC ആണ്, ചെന്നിത്തലയാണ്, സതീശനാണ്, ഈ കാര്യങ്ങൾ പറയണമെന്ന് എൻഡോഴ്സ് ചെയ്യുകയാണല്ലോ. അങ്ങനെ എൻഡോഴ്സ് ചെയ്ത് പറയണമെന്ന് ആവശ്യപ്പെടുകയാണല്ലോ അല്ലേ ചെയ്യുന്നത് ഇപ്പോൾ. അതും PR വർക്കിന്റെ ഭാഗമാണ്. തീർച്ചയായും അത് PR വർക്ക് തന്നെയാണ്. ഇത് ചാനൽ ചർച്ചയിൽ വരുന്നവരെ മാത്രമല്ല, ഇവർ മിക്ക പത്രസ്ഥാപനങ്ങളും മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ മേധാവികളെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു നേതാവ് ഒരു പത്രത്തിൻ്റെ മേധാവിയെ വിളിച്ച് ചോദിച്ചത് എന്തുകൊണ്ടാണ് എനിക്ക് പത്രത്തിൽ ഇത്ര മോശം കവറേജ് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി.
അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. ഈ നേതാക്കളുടെ ശിങ്കിടികളെല്ലാം പലരെയും MLA-മാർ മാത്രമല്ല, നിയുക്ത MLA-മാരെ മാത്രമല്ല, മറ്റ് പലരെയും ചാക്കിടാൻ നോക്കുന്നു. ഇൻഫ്ലുവൻസേഴ്സ്, സഭയെ, NSS-നെ, SNDP-യെ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. മറ്റ് പല രീതിയിലുള്ള ഓപ്പറേഷനുകളും അണിയറയിൽ നടക്കുന്നുണ്ട്. ഇത് എൻഡോഴ്സ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമല്ല, മറ്റ് പലവിധ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. മോണിറ്ററി, പെക്യൂണറി ഇൻട്രസ്റ്റ് വരെ ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ചില ആൾക്കാർ വന്നിട്ട് രമേശ് ചെന്നിത്തലയുടെയോ അല്ലെങ്കിൽ VD സതീശിൻ്റെയോ ഈവൻ KC വേണുഗോപാലിൻ്റെയോ വാഴ്ത്തുപാട്ടുകൾ പാടുന്നത് അത് വെറും യാദൃശ്ചികമായിട്ട് പ്രേക്ഷകരാരും തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ മോഹൻ വർഗീസ്, അത് മാത്രമല്ല KC വേണുഗോപാലിൻ്റെയൊക്കെ ചില ചിത്രങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പ്രചരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ രീതിയിൽ ഈ വെയിലത്ത് കിടന്നുറങ്ങുന്നു, ആളുകളിൽ നിന്ന് പരാതികൾ വാങ്ങുന്നു, ഇത്തരത്തിൽ ഇതുവരെ കാണാത്ത ഫോട്ടോകളൊക്കെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു നേതാവ് സൈക്കിള് ചവിട്ടിയ ബാല്യം, കൗമാര കാലഘട്ടം എത്രത്തോളം കഠിനമായ പ്രയത്നമായിരുന്നു എന്നതിൻ്റെ PR വർക്ക് കണ്ടു. ഈ എല്ലാ തരത്തിലുള്ള PR വർക്കുകളും കാണുന്നൊരു സമയമല്ലേ ഇത്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട പ്രധാന വിഷയം എനിക്ക് തോന്നുന്നത്, ഈ ഡിബേറ്റിൽ പരിഗണിക്കേണ്ട വിഷയം ഹൗ ഡു വി ഇൻറ്റർപ്രറ്റ് ദ മാൻഡേറ്റ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയത് UDF-ന് അനുകൂലമായി ഒരു മാൻഡേറ്റ് ഉണ്ട് എന്ന് മിക്ക അഭിപ്രായ സർവേകളും പറയുമ്പോൾ അതിനെ പൊരുൾ തിരിക്കാനുള്ള ഒരു ചുമതല കൂടിയുണ്ട്. അത് മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട്, പൊതുജനങ്ങൾ അത് പൊരുൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനം വോട്ട് ചെയ്തത്? മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തു. അതായത് വാട്ട് ക്യാൻ ബി വൺ ഇൻ്റർപ്രിട്ടേഷൻ. രണ്ട്, ഈ അഴിമതി, അക്രമം, മറ്റു കാര്യങ്ങൾ, ഈ ഒരു കൾച്ചറിനോടുള്ള ഒരു വിയോജിപ്പ്, അതിനുവേണ്ടി വോട്ട് ചെയ്തു. കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF മുന്നോട്ട് വെച്ച ഒരു നയമുണ്ട്, ഒരു രേഖയുണ്ട്, നയരേഖയുണ്ട്, ഒരു വികസന ഇന്ദിര ഗ്യാരണ്ടീസ്, അതിനുവേണ്ടി വോട്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ പറയാം. യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഒരു പോളറൈസേഷൻ രാഷ്ട്രീയമാണ്. ഇപ്പോൾ UDF ഒക്കെ മുന്നോട്ട് വെച്ച ഒരു ഡീൽ എന്നൊക്കെ പറയുമ്പോൾ പലരും ആദ്യം നെറ്റി ചുളിച്ചു. ശ്രീ മഞ്ജുഷ്, എന്തിനാണ് ഈ ഡീൽ എന്ന് പറയുന്നത്? ഈ ശബരിമല മാത്രം മതിയാകുമല്ലോ, അല്ലെങ്കിൽ അഴിമതി കഥകൾ മാത്രം മതിയാകുമല്ലോ ഈ വിജയം നേടിയെടുക്കാൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയം അതുപോലെ ആവർത്തിച്ചാൽ തന്നെ സുഗമമായി അധികാരത്തിലെത്താൻ UDF-ന് കഴിയുമായിരിക്കെ എന്തിനാണ് വളരെ നിഗൂഢമായ രീതിയിൽ, ഒരുപാട് കെട്ടുകഥ പോലെ തോന്നത്തക്ക രീതിയിലൊക്കെ ഡീൽ ആരോപണം? പക്ഷേ ഇപ്പോൾ ഇത് പുറത്തു വരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിപ്രായ സർവേകളുടെ അല്ലെങ്കിൽ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടുകൾ അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാകും ഇവിടെ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടായി. ആ ന്യൂനപക്ഷ കൺസോളിഡേഷൻ മുസ്ലിം ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഇൻ ഫേവർ ഓഫ് UDF. അപ്പോൾ UDF-നെ അധികാരത്തിൽ എത്തിക്കുന്ന പ്രധാന ഘടകം കൺസോളിഡേഷനാണ്. ആ കൺസോളിഡേഷൻ ഇനിയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത്. ആ കൺസോളിഡേഷൻ, അതിന് കാരണഭൂതനായ വ്യക്തി ഇക്കൂട്ടത്തിൽ ആരാണ്? അവിടെയാണ് യഥാർത്ഥത്തിൽ മലബാറിൽ നിന്ന് തുടങ്ങാൻ സാധ്യതയുള്ള ഒരു തരംഗ സാധ്യതയാണ്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ആ തരംഗം ഫിസിൽ ഔട്ട് ചെയ്യും. പക്ഷേ മലബാർ കൊണ്ടുവരുന്ന ആ ഒരു കാറ്റലിസ്റ്റിക് ചേഞ്ച്, ആ ചേഞ്ചിന് പ്രധാന ഘടകമാകുന്നത് മുസ്ലിം ജനസാമാന്യമാണ്. അവർക്ക് സ്വീകാര്യൻ, അവർക്ക് കൂടി, അവരുടെ അല്ല, മുസ്ലിം ലീഗ് അല്ല തീരുമാനിക്കേണ്ടത്. സ്വീകാര്യൻ VD സതീശനാണ്. ലീഗ് അത് ഇത്രയും തെളിച്ച് ലീഗ് പറയുമെന്ന് ഈ ഘട്ടത്തിൽ, ഇത് ഇലക്ഷൻ റിസൾട്ട് ഒന്നും വന്നില്ല, ഈ ഘട്ടത്തിൽ ഇത്രയും തെളിച്ച് പാണക്കാട് തങ്ങൾ സാഹിദ് അലി തങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ അവിടെ മുസ്ലിം മനസ്സുകളിൽ, പ്രത്യേകിച്ച് മലബാർ മനസ്സുകളിൽ, കോൺഗ്രസിനെയും UDF-നെയും സപ്പോർട്ട് ചെയ്യുന്ന മലബാർ മേഖലയിലെ മനസ്സിൽ ഡൗട്ടൊന്നുമില്ല, അത് VD സതീശൻ തന്നെയാണ്. അതുമാത്രമല്ല, അഭിപ്രായ സർവേകളിൽ കണ്ടത് ചിത്രം എന്താണ്? 20 മുതൽ 25% വരെ പിന്തുണ VD സതീശനാണ്. പിണറായി വിജയന് 34% പിന്തുണയുണ്ട്. സ്വാഭാവികമല്ലേ, ഇടതുപക്ഷത്ത് ഒറ്റ കാൻഡിഡേറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റാരുമില്ല. ആ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ശൈലജ ടീച്ചറിനെ പോലും കാര്യമായി പരിഗണിക്കുന്നില്ല. ശൈലജയുടെ പേരും കുറേ പേർ 3% പേര്, 2-3% പേര് വരും. അതൊരു പിണറായി ഒരു മാറ്റം വരട്ടെ, മറ്റൊരു മുഖം വരട്ടെ എന്ന് ചിന്തിക്കുന്ന അവരും LDF വോട്ടേഴ്സാണ്. പക്ഷേ ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും KC വേണുഗോപാലും ഒക്കെ തന്നെ പിന്തുണ ചിതറിപ്പോകുമ്പോൾ അവിടെ കണക്കുകൾ അവിടെ ശരിയാകാണ്. പോൾസ്റ്റേഴ്സ് ഈ കണക്കൊക്കെ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിത് വിശകലനം ചെയ്യുമ്പോഴും ഇതെല്ലാം ഒപ്പിച്ചെടുക്കുന്നു. ഇവിടെ ഉയരുന്ന ചോദ്യം, ഇൻ്റർപ്രറ്റിംഗ് ദ മാൻഡേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് ഹൈക്കമാൻഡിനെ കൂടി ഒരു സമ്മർദ്ദത്തിലാക്കില്ലേ? കാരണം KC വേണുഗോപാലാണ് ഹൈക്കമാൻഡ്. നമുക്കറിയാമല്ലോ KCയുടെ ഒരു പ്രഭാവം നമുക്കറിയാം. ഈ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലപ്പൊക്കമുള്ള, താരമൂല്യമുള്ള, വലിയ ഡെപ്തിലിറങ്ങാൻ കഴിയുന്ന നേതാവ് KC തന്നെയാണ്, സംശയമൊന്നുമില്ല. മറ്റ് രണ്ടുപേരുടെ അർഹത ഉണ്ടായിരിക്കും തന്നെ KCക്കാണ്. പക്ഷേ
ഇത്രയും ജനവികാരം ഒരു പരിധിവരെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഹൈക്കമാൻഡിന് അന്തിമമായ തീരുമാനമെടുക്കാൻ കഴിയുക? അവിടെ ഓവർവെൽമിങ് ഒരു പിന്തുണ VD സതീശനുണ്ട് എന്ന രീതിയിലാണ് എല്ലാ പോൾസ്റ്റേഴ്സും പറയുന്നത്. അത് സ്വാഭാവികമാണ്. പ്രതിപക്ഷ നേതാവിന് സ്വാഭാവികമായി കിട്ടുന്ന ഒരു പിന്തുണയാണ്. അത് മുസ്ലിം ലീഗ് എൻഡോഴ്സ് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, അപ്പോൾ താങ്കളുടെ ആ വിലയിരുത്തൽ തെറ്റുവാനുള്ള സാധ്യതയാണ് അവിടെയുള്ളത്. താങ്കൾ പറയുന്നു KCക്കാണ് സാധ്യതയെന്ന്. പക്ഷേ അവിടെ VD സതീശനെ ലീഗ് ഇപ്പോൾ തന്നെ എൻഡോഴ്സ് ചെയ്തു കഴിഞ്ഞു. ഫലം വരുന്നതിന് മുൻപ് തന്നെ ലീഗിന്റെ മനസ്സിൽ സതീശനാണെന്ന് വെളിവായി കഴിഞ്ഞു, അത് പരസ്യമാക്കി കഴിഞ്ഞു. അല്ല, ഞാൻ ഇതെല്ലാം മാറ്റി നിർത്തി വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ വരുന്ന വലിയൊരു ചോദ്യമാണ്. എന്താ വെച്ചാൽ, ഈ മുഖ്യമന്ത്രി ചർച്ചകളിൽ ഒരിടത്ത് പോലും ഈ കൂട്ടത്തിൽ വരാൻ യോഗ്യനായിട്ട് പോലും എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് വരുന്നില്ല എന്നുള്ളത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലേ. കൊടിക്കുന്നിലിന്റെ പേരും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് കേട്ടോ. 89 MP അടൂരിൽ നിന്ന് MP ആയ മനുഷ്യനാണ്. കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു നേതാവാണ്. ഈ KC വേണുഗോപാൽ എന്ന MP ആയിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. KC വേണുഗോപാലിനൊപ്പം തന്നെ സീനിയോറിറ്റിയും ഇവരുടെ ഒക്കെയുള്ള ആ സീനിയോറിറ്റി ഉള്ള മനുഷ്യനാണ് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം അത്രത്തോളം, അദ്ദേഹത്തിൻ്റെ പേര് ചർച്ചകളിൽ പോലും വരാത്തത് എന്തുകൊണ്ടാണത്? ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ പിന്നോക്ക ദളിത് സ്നേഹം ഇവിടെ ഇല്ലേ? രാഹുൽ ഗാന്ധി ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടമാണ് ദളിത് പിന്നോക്ക സ്നേഹത്തിനെ പറ്റി പറയുന്നത്. അവരുടെ ഇടയിൽ തന്നെയുള്ള, അവരുടെ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സീനിയർ ആയിട്ടുള്ള, കഴിവുകൊണ്ട് തന്നെ വളർന്നു വന്ന ഒരു മനുഷ്യനെ ഈ കേരളത്തിന് ആ മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ലേ? എന്തുകൊണ്ടാണിത്? ആലോചിച്ച് നോക്കുക. ഒരു വലിയ അനീതിയല്ലേ മഞ്ജുഷേത്? ശരി, കോൺഗ്രസിന്റെ ഉള്ളിലെ കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ്. എങ്കിൽ പോലും എന്നിട്ട് നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഇത് കാര്യം ഒരു തുറന്ന സംവാദവേദിയാണ്, ഇവിടെ ജനാധിപത്യമാണ്, നമുക്ക് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ദളിത് പിന്നോക്ക നേതാവിന് അതിനു വേണ്ടിയിട്ട് കൊണ്ടുവരണമെന്നില്ല. പക്ഷേ ആ വിഭാഗത്തിൽ നിന്ന് ശക്തനായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനുള്ളപ്പോൾ ആ മനുഷ്യന്റെ പേരിവിടെ സംസാര വിഷയം പോലും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വലിയൊരു അനീതിയുടെ അംശമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. ഇവിടെ ഈ ദളിത് പിന്നോക്ക സ്നേഹം പറയുന്ന ഈവൻ ദളിത് നേതാക്കന്മാർ പോലും ഈ വിഷയം ഉയർത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ശരികേടുകളുണ്ട്. കാര്യം ഇവരുടെ ഈ പറയുന്നവരുടെ എല്ലാം ദളിത സ്നേഹം എന്ന് പറയുന്നത് വെറും മുഖം മൂടിയും കപടതയും മാത്രമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഇപ്പൊ പാർലമെന്റിൽ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ചെയറിലിരിക്കാറുണ്ട്, ചെയറിലിരുന്ന് സഭ നിയന്ത്രിക്കാറുണ്ട്. KC വേണുഗോപാലിനെ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയറിലിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആരാ ഉള്ളത്? KC വേണുഗോപാലുണ്ട്, NK പ്രേമചന്ദ്രനുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമേ ചെയറിലിരിക്കാറുള്ളൂ. ഇവിടെ നിന്നില്ല. കാര്യം അത്രത്തോളം സീനിയോറിറ്റി ഉള്ള കഴിവുള്ളവരാണ് അവര്. അതുകൊണ്ടാണത്. എന്ത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം എല്ലാം മാറ്റി നിർത്തി നോക്കുക, ഏറ്റവും മികച്ചൊരു പാർലമെന്റേറിയനാണ് പ്രേമചന്ദ്രൻ. അതുപോലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള 80, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് ആദ്യം വോട്ടവകാശം കിട്ടിയ ആ ഇലക്ഷനിൽ അടൂരിൽ നിന്ന് ജയിച്ച ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം കണ്ടേ ഉള്ളൂ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഈ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കാൻ KC വേണുഗോപാലിനെ അങ്ങനെ ഡൽഹിയിൽ നിന്ന് നൂലെ കെട്ടി ഇറങ്ങാമെങ്കിൽ എന്തുകൊണ്ട് ഈ കേരളത്തിൽ നിന്നുള്ള സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിന് ഇവിടെ ഇവർ പരിഗണിക്കുന്നില്ല? കൊടിക്കുന്നിൽ സുരേഷിനായി ചില പ്രചാരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ട് ചില കാര്യങ്ങൾ നീക്കുന്നുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ 3 പേരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്. ഡോക്ടർ ജി ഗോപകുമാർ, ഇവിടെ ഈ KC വന്നു കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നമുണ്ട്. 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടതായി വരും. ഇരിക്കൂരിൽ ആണ് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നത്. കാരണം അവിടെ ജയിച്ചു വരുന്നയാളെ രാജിവെപ്പിച്ച് അവിടെ മത്സരിക്കാം എന്നൊക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു കഴിഞ്ഞു ഇതിനകം തന്നെ. ജയിക്കുകയാണെങ്കിൽ പിന്നെ ആലപ്പുഴയിൽ അടുത്ത ബൈ ഇലക്ഷൻ, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ഇതൊക്കെ വേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കുമോ ഹൈക്കമാൻഡ്? അങ്ങനെ കേരളത്തെ പരിഹസിക്കുന്ന രീതിയിൽ, കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലാകുമോ? താങ്കൾ അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ? അല്ല, ഞാനത് ആലോചിച്ചിട്ടുണ്ട്.
വാസ്തവത്തിൽ കോൺഗ്രസിന് അത് റിസ്ക് ഫാക്ടർ വളരെയധികമുള്ള ഒരു തീരുമാനമായിരിക്കും. കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഒരു ബൈ ഇലക്ഷൻ വേണ്ടിവരും, അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഒരു ബൈ ഇലക്ഷൻ വേണ്ടിവരും. ഇപ്പോൾ തന്നെ എക്സിറ്റ് പോൾ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ വളരെ ടൈറ്റായിട്ട് ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇടതുപക്ഷവുമായിട്ടും ചില മണ്ഡലങ്ങളിൽ BJPയുമായിട്ടും UDF നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പ്രത്യേകത നോക്കുമ്പോൾ ഈ മൂന്ന് മുന്നണികൾക്കും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും പല മണ്ഡലങ്ങളിലായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ റിസൾട്ട് വരുമ്പോൾ നോക്കിക്കൊള്ളുക. UDF പോലും ചില മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനമാകും, LDF ആകും, BJP തീർച്ചയായിട്ടും ആകും. ഇവരെല്ലാം 1, 2, 3 സ്ഥാനത്തിലേക്ക് മത്സരിക്കുമ്പോൾ ഇത്രയും ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസ്സിന് സ്ഥിരമായ ഒരു അസംബ്ലി സീറ്റ് ഉണ്ടെന്നിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. ഉറപ്പിച്ചവിടെ ജയിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയാൽ ഞാൻ നോക്കിയിട്ട് തൃക്കാക്കര മണ്ഡലമാണ്, പഴയ എറണാകുളം. അത് മാത്രമാണ്. അവിടെ പോലും 1987 എറണാകുളത്ത് സാനു മാസ്റ്റർ ജയിച്ച ഒരു സമയത്ത് കോൺഗ്രസിന് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. അതൊഴിച്ച് ബാക്കി എല്ലാ പ്രാവശ്യവും കോൺഗ്രസ് നേടിയിട്ടുണ്ട്. പക്ഷേ തൃക്കാക്കര ഉമയെ വിജയിച്ചു കഴിഞ്ഞാൽ അവരെ മാറ്റിക്കൊണ്ട് വേണുഗോപാൽ അവിടെ നിൽക്കാൻ ആവശ്യപ്പെടുമോ? അതോ മലബാറിലേക്ക് പോയി മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി പണ്ട് തിരൂരങ്ങാടിയിലൊക്കെ നിന്നതുപോലെ, ആന്റണി നിന്നതുപോലെ അവിടെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നാൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ ജയിക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പാർലമെൻറ്റിലും ആ റിസ്ക് ഇല്ലേ? പാർലമെൻറ്റിൽ ഇടതുപക്ഷവും പ്രത്യേകിച്ച് ആലപ്പുഴ ശക്തമായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്താം. BJPക്ക് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നിർണായകമായ വോട്ടുകൾ പിടിച്ചൊരു മണ്ഡലമാണ് ആലപ്പുഴ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ റിസ്ക് ഫാക്ടർ അസംബ്ലിയിലും പാർലമെൻറ്റിലുമുണ്ട്. ഇവിടെ മന്ത്രിമാർ തോറ്റ് വടക്കാഞ്ചേരിയിൽ കെ മുരളീധരൻ അസംബ്ലിയിൽ മത്സരിച്ച് തോറ്റ സമയം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. കേരള രാഷ്ട്രീയം അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഞാനത് ആലോചിച്ചപ്പോൾ റിസ്ക് വാസ്തവത്തിൽ വേണുഗോപാൽ വന്നാൽ 2 സീറ്റും അസംബ്ലിയും പാർലമെൻറ്റും ഉറപ്പായിട്ട് തിരിച്ചു പിടിക്കുമെന്ന് പറയാൻ പറ്റുമോ? അതിനുവേണ്ടി കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് കഴിയുമ്പോൾ വാസ്തവത്തിൽ ഈ ബാക്കിയുള്ള നേതാക്കന്മാരിൽ തന്നെ ഒരാളെ കൊണ്ടുവരാവുന്നല്ലേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കമ്മ്യൂണൽ ടേൺ ഓഫ് ഈവൻസ് ഒക്കെ ഉണ്ട്. കോൺഗ്രസിനകത്ത് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അങ്ങനെ പ്രത്യേകതകൾ വന്നതുകൊണ്ടാണ് ഇപ്പോൾ മൂന്ന് പേരും മുന്നോക്ക ജാതിക്കാരായി മത്സരിക്കുന്നത്. KC വേണുഗോപാലും സതീശനും തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയൊക്കെ ഒരേ സമുദായത്തിൽ നിന്ന് വന്നത് യാദൃച്ഛികമായിട്ടല്ല, അതിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങൾ ടേൺ ചെയ്ത് വന്നെത്തപ്പോഴാണ്. ഈ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് മധ്യേ പറഞ്ഞത് അടുത്ത മുഖ്യമന്ത്രിയായ ഒരു വനിതാ സ്ഥാനാർത്ഥി വരണമെന്നാണ്. അത് അദ്ദേഹം എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറഞ്ഞാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ ഒരു റെഫറൻസ് കൂടി എടുത്തു. അങ്ങനെ ഒരു കൺസെൻസസ് കാൻഡിഡേറ്റായിട്ട് ഇവരാരും വേണ്ട, ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുമോ കോൺഗ്രസ്? ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് നോംസിൽ നിന്ന് മാറിപ്പോവുകയാണ്. അതിനേക്കാൾ സേഫായിട്ട് കോൺഗ്രസ്സിന് ഇതിനകത്തുനിന്ന് തന്നെ ജയിച്ച MLA-മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന 2 പേരിൽ ഒരാളെ അങ്ങ് തീരുമാനിച്ചാൽ ഈ പ്രശ്നം തീർക്കാവുന്നതല്ലേ ഉള്ളൂ. റിസ്ക് കുറഞ്ഞിരിക്കുകയും ചെയ്യുമല്ലോ. അതിൽ ഘടകകക്ഷികളുടെ തീരുമാനവും മാനിക്കേണ്ടി വരും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ. ഇല്ലേ, താങ്കൾ അതിനെയും കാണുന്നുണ്ടല്ലോ. ലീഗ് എവിടെ വേണമെങ്കിലും സതീശിന്റെ പേര് പറയാൻ തയ്യാറാണ്. അതിലും താങ്കൾക്ക് സംശയമില്ലല്ലോ. ഹൈക്കമാൻഡിന് മുന്നിൽ പോയി പറയണമെങ്കിൽ അവിടെയും ഇല്ല. അതിനെക്കുറിച്ചുള്ള ഇന്നലെ ലീഗ് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കാനൊക്കെ ചിലരൊക്കെ ശ്രമിച്ചു. പക്ഷെ എന്തായാലും ഏറ്റവും വലിയ ഘടകകക്ഷിയാണ് കോൺഗ്രസ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ്. അപ്പോൾ ആ നിലയ്ക്ക് അവർക്കൊരു വലിയ വോയിസ് വരാൻ സാധ്യതയുണ്ട്. അത് സാറേ, കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഒരൗചിത്യത്തോടുകൂടി, ഒരു പൊളിറ്റിക്കൽ സെൻസോടുകൂടി എടുത്ത ഒരു ശരിയായ തീരുമാനം പറയാൻ പറ്റുമോ? അതുകൊണ്ട് അതെ, നമ്മൾ തീർച്ചയായിട്ടും അത് അല്ല, അതിന് സംശയമില്ല. താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. കാരണം കോൺഗ്രസിനകത്ത് എന്നും ഈ നേതാക്കന്മാരുടെ ഒരു ആൾക്കൂട്ടമാണ് ഉള്ളത്. സംഘടനാപരമായിട്ട് അവർക്ക് എപ്പോഴും ഒരു ആൾക്കൂട്ടമാണ്, ഒരു കേഡർ സ്വഭാവമില്ല. ഒരു ഇലക്ടറൽ പാർട്ടിയായിട്ട് പ്രത്യേകിച്ച് ജയിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആരവം, അതാണ് അവരെ നയിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് താങ്കൾ ചോദിച്ച ചോദ്യം 1969 ശേഷം കോൺഗ്രസ് ആ നിലയ്ക്ക് മാറി ഒരു കളക്റ്റീവായിട്ട് ലീഡർഷിപ്പ് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഫലമായിട്ടൊരു കുടുംബാധിപത്യ സ്വഭാവത്തിലേക്ക് ചെന്നെത്തിയതിൻ്റെ പരിണിത ഫലത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എത്ര തലമുറ കഴിഞ്ഞിട്ടും ആ നിലയിലേക്കാണ് കൊണ്ടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടെ നിൽക്കുന്ന ഒരു സംഘമുണ്ട്. ആ സെൽഫ് സെർവിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അവർ പറയുന്നതാണ് പലപ്പോഴും തീരുമാനമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. അതുകൊണ്ട് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലാണ് പറഞ്ഞൊരു വനിതാ മുഖ്യമന്ത്രി വേണമെന്ന്. നമ്മളതിവിടെ ചർച്ച ചെയ്തില്ല. അതുകൂടി ശ്രദ്ധിക്കണമെന്ന് പറയുകയായിരുന്നു മഞ്ജുഷിൻ്റെ അടുത്ത്. അല്ലല്ല, അന്ന് ആ ദിവസം ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അത്
രാഹുൽ പറഞ്ഞ ആ കാര്യത്തിനുള്ള ആദ്യ പരീക്ഷണശാല കേരളത്തിലാണ്. അപ്പോൾ വാക്ക് പാലിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന് മുന്നിലല്ലേ അവസരം കൊടുത്തിരിക്കുന്നത്, അദ്ദേഹമല്ലേ തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ശ്രീ മോഹൻ വർഗീസ്, ഇത്രയും രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള മഞ്ജുഷ അതിനകത്തൊരു കേരളത്തിൽ ചെറിയ തമാശ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞോട്ടെ. എന്താണ് ശ്രീ ഷാബു? കോൺഗ്രസിനെ പറ്റിയുള്ള വലിയൊരു തമാശ ഉണ്ടായിരുന്നു പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. കോൺഗ്രസിന്റെ അകത്തുള്ള ഒരേ ഒരു പുരുഷൻ ഇന്ദിരാഗാന്ധിയാണ്. ഇവിടെ അല്ലെ ശ്രീ ഷാബു, ഇവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ പെടുന്ന പാട് ജനറൽ സീറ്റുകളിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ ഷാബു. അത് ഇവിടെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയുടെ വനിതാ സ്ഥാനാർത്ഥികൾ മാത്രമാണ് പരാജയപ്പെട്ടത്. നോക്കൂ, കഴിഞ്ഞ 2019 ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെടുന്നു. 2024 യഥാർത്ഥത്തിൽ രമ്യ ഹരിദാസ് പരാജയപ്പെടുന്നു. അപ്പോൾ നോക്കൂ, പുരുഷ സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ചു വരുന്നു. അപ്പോൾ ഇവിടെ കേരളത്തിന് എന്തെല്ലാം പുരോഗമനവാദം പറയുമ്പോഴും എത്രയെല്ലാം സ്ത്രീ സൗഹൃദ മനസ്സ് പറയുമ്പോഴും ഇത് രാഷ്ട്രീയ അവബോധമുള്ളപ്പോഴും ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ, ഒരു പുരുഷൻ സ്ത്രീയും കൂടെ മത്സരിക്കുമ്പോൾ ജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം ചിലപ്പോഴെങ്കിലും ഗൗരവമായി ഹൈക്കമാൻഡ് പരിഗണിച്ചേക്കാം. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ബുദ്ധിമുട്ടുണ്ടാവാൻ തോന്നുന്നില്ല കേട്ടോ. എന്തായാലും വനിതാ MLA-മാർ ഉണ്ടാകും, പരസ്പരം മത്സരിക്കുമ്പോൾ ഉണ്ടാകും, അല്ലാതെയും ഉണ്ടാകും. പക്ഷേ ഇവിടെ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു വനിത ഒന്നൊരു സീനിയർ സ്വാഭാവികമായി തെരഞ്ഞെടുക്കപ്പെടും. ഇപ്പോൾ KR ഗൗരിയുടെ അത്രയുള്ള തലപ്പൊക്കമുള്ള ഒരു നേതാവ് ആ രീതിയിൽ ഉമാ തോമസ് PT തോമസിൻ്റെ ഭാര്യ എന്ന നിലയിൽ അന്ന് വന്ന കാൻഡിഡേറ്റാണ്. 2-3 പ്രാവശ്യം ജയിച്ചു വന്നു എന്നല്ലാതെ ആ ഒരു റേഞ്ചിലേക്കൊന്നും KR ഗൗരിയുടെ റേഞ്ചിലേക്കൊക്കെ ഉമാ തോമസിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് സാഹസമല്ലേ. പിന്നെ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു വന്നാൽ, അല്ല എങ്കിൽ ബിന്ദു കൃഷ്ണ ആദ്യ ടേമിലായിരിക്കും MLA ആകുന്നത്. കൊല്ലത്തെ ജയിച്ചു വന്നാൽ ആദ്യ ടേമിൽ MLA ആയിരിക്കും. അപ്പോൾ അങ്ങനെ വലിയ തലപ്പൊക്കമുള്ള ഒരു വനിതാ നേതാവിനെ ഇന്നത്തെ നിലയിൽ CPM-ന് കാണിക്കാനുണ്ടാവും. ശൈലജ ടീച്ചറിനെ ഉൾപ്പെടെ ശ്രീമതി ടീച്ചറിനെയും ശൈലജ ടീച്ചറിനെയും അങ്ങനെ പലരെയും കാണിക്കാനുണ്ടാവും. പക്ഷേ കോൺഗ്രസിന് ആ രീതിയിൽ ഒരാളെ കാട്ടാനില്ല. പക്ഷേ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ എലിസിറ്റിംഗ് ഒപ്പീനിയൻ, ഇത് അതൊക്കെ ഒരു തന്ത്രമല്ലേ. ഇങ്ങനെയൊക്കെ ഇത് പറഞ്ഞു വെക്കുമ്പോൾ എന്തു പറയും ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്ത് പറയും, മാധ്യമങ്ങൾ എന്ത് പറയും? ഇതൊക്കെ ഇൻപുട്ടുകളാണ്, രാഷ്ട്രീയത്തിലെ കീ ഇൻപുട്ടുകളാണ് ഇതെല്ലാം. ഈ ടെസ്റ്റിംഗ് വോട്ടേഴ്സ് എന്ന് പറയും, അതിനുള്ള കളം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ശ്രീ രാഹുൽ ഗാന്ധി അങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചു. അബദ്ധത്തിൽ പറഞ്ഞ ഒരു കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഗൗരവമായി പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞതും അല്ല. എന്തു പറയും മറ്റുള്ളവർ, ഈ പ്രതികരണങ്ങൾ അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതല്ലേ. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് മാത്രമല്ല, ഹൈക്കമാൻഡിന് അവരുടേതായ ഒരു കൾച്ചറുണ്ടല്ലോ, സംവിധാനമുണ്ടല്ലോ. ഈ മാധ്യമങ്ങൾ എന്ത് പറയുന്നു, ജനം എങ്ങനെ പ്രതികരിക്കുന്നു, ഒപ്പീനിയൻ പോളും എക്സിറ്റ് പോളും ഉൾപ്പെടെ ഹൈക്കമാൻഡ് പരിഗണിക്കില്ലേ? യഥാർത്ഥത്തിൽ ശ്രീ ഷാബു പ്രസാദിനെ പറഞ്ഞല്ലോ, ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ശരിയായ ഒരു തീരുമാനമെങ്കിലും സംസ്ഥാന തലത്തിൽ എടുത്തോ. പക്ഷേ ഇത് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതിൽ വരുന്ന വൈകല്യമാണ്. രാജസ്ഥാനിൽ ആ വൈകല്യം കണ്ടു. ഈ സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തത് നല്ല തീരുമാനം. അത് കറക്റ്റ് തീരുമാനമാണ്. അതാണ് യഥാർത്ഥത്തിൽ UDF-ന് അനുകൂലമായി പ്രവർത്തിച്ച ഒരു തീരുമാനമാണ്. പക്ഷേ അതിൽ വെള്ളം ചേർക്കുന്നതാകും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ. ശ്രീ മഞ്ജുഷ ഒന്ന് ആലോചിച്ചു, K. സുധാകരൻ ചന്ദ്രഹാസം ഇളക്കിയില്ലേ, എനിക്കും മത്സരിക്കണം എന്ന് 3 ആവർത്തി ഉറപ്പിച്ച് പറഞ്ഞു. ഹൈക്കമാൻഡ് കാര്യമായ ബഹളമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ആരും മത്സരിക്കേണ്ട, അത് KC വേണുഗോപാലിനും ആ ഡിക്റ്റേറ്റ് ബാധകമാണ്. അതിനർത്ഥം ഒരു സന്ദേശം കൊടുക്കുകയാണ്. അവിടെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഹൈക്കമാൻഡ് അന്നെടുത്ത KC മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ മത്സരിച്ചവർക്ക് എന്താണ് അയോഗ്യത എന്ന് സ്വാഭാവികമായി വോട്ട് ചെയ്ത ജനത്തോട് കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമല്ലേ. വോട്ട് ചെയ്ത് ജയിപ്പിച്ച MLA-മാരുടെ ഇടയിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ അതൊക്കെ മേലെ മറ്റൊരാളെ തേടിപ്പോയി എന്ന പേരുദോഷം ഹൈക്കമാൻഡ് കേൾക്കേണ്ടി വരില്ലേ? സ്വാഭാവികമായി ഈ ഒരു ഫാക്ടേഴ്സൊക്കെ സൈക്കോളജിക്കലാണ്. ഇതെല്ലാം തന്നെ ഹൈക്കമാൻഡ് പരിഗണിക്കുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മത്സരിച്ച MLA-മാരുടെ ഇടയിൽ നിന്നും 2 പേർ, രമേശ് ചെന്നിത്തല ആൻഡ് VD സതീശൻ, അവരിൽ ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നന്ദി ശ്രീ മോഹൻ വർഗീസ്, ഡോക്ടർ G. ഗോപകുമാർ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ ആനന്ദ് കൊച്ചുകുടി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹം നടക്കുമോ? നടക്കുമെന്ന് 16% പ്രേക്ഷകർ മാത്രം, നടക്കില്ലെന്ന് 80%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി.